നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് 62 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി. പാലക്കാട് 14, കണ്ണൂരിൽ 7, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ 6 പേർക്ക് വീതവും രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിൽ 5 വീതം, കാസർഗോഡ്, എറണാകുളം ജില്ലകളിൽ 4 വീതം, ആലപ്പുഴ 3, വയനാട്, കൊല്ലം 2 വീതം, കോട്ടയം, ഇടുക്കി, കോഴിക്കോട് 1 വീതവുമാണ് മറ്റ് പുതിയ കേസുകൾ. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 33 പേർ വിദേശത്തു നിന്ന് വന്നവരെന്ന് മുഖ്യമന്ത്രി. 23 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ. ഒരാൾക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ 2 പേർക്കും എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ ആയിരുന്ന 2 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചതായും മുഖ്യമന്ത്രി. കേരളത്തിൽ 71 ടെസ്റ്റ് നടത്തുമ്പോൾ ഒരാൾക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. എന്നാൽ രാജ്യത്ത് ടെസ്റ്റ് നടത്തുന്ന 23 പേരിൽ ഒരാൾക്ക് രോഗം കണ്ടെത്തുന്നു. കേരളം കള്ളക്കണക്ക് എഴുതുന്നു എന്ന ആരോപണത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. 93,715 മരണങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ഈ വർഷം അത് 70,412 മരണസംഖ്യ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ്. മാഹി സ്വദേശിയുടെ മരണം മാഹിയുടെ പട്ടികയിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമൂഹ വ്യാപനമുണ്ടെങ്കിൽ ഇതാകില്ല സ്ഥിതിയെന്നും മുഖ്യമന്ത്രി. കോവിഡ് ബാധ അധികമാകുന്ന സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി. കണ്ണൂർ ജില്ലയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ രോഗബാധിതരുണ്ട്. സമ്പർക്കത്തിലൂടെ സംസ്ഥാനത്ത് 10% രോഗബാധയെങ്കിൽ കണ്ണൂരിൽ 20%മാണെന്നും മുഖ്യമന്ത്രി. തടവുകാരെ പരിശോധിക്കാൻ ഓരോ ജില്ലയിലും ഓരോ കേന്ദ്രങ്ങൾ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി. പുതുതായി വരുന്നവരെ ഈ ജയിലിൽ പ്രവേശിപ്പിക്കുമെന്നും പിണറായി വിജയൻ. കോവിഡ് പ്രതിരോധത്തിന് 620 കോടി 71 ലക്ഷം രൂപ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. സർക്കാർ ആശുപത്രികളിൽ 12,191 ഐസൊലേഷൻ കിടക്കകളുണ്ട്. 861 കോവിഡ് കെയർ സെന്ററുകളാണ് സംസ്ഥാനത്തുള്ളതെന്നും മുഖ്യമന്ത്രി. പാലക്കാട് ജില്ലയിൽ ഒരു ആരോഗ്യ പ്രവർത്തകനും 4 വയസ്സുകാരിക്കും ഉൾപ്പെടെ 14 പേർക്ക് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശിയായ ആരോഗ്യ പ്രവർത്തകനാണ് സമ്പർക്കം മൂലം രോഗം ബാധിച്ചത്. ഇതോടെ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 119 കാസർഗോഡ് ജില്ലയിൽ 4 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ച് ഒരാൾക്ക് രോഗം ഭേദമായി. മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 3 പേർക്കും ഗൾഫിൽ നിന്നും വന്ന ഒരാൾക്കുമാണ് രോഗം. കണ്ണൂർ ജില്ലയിൽ 7 പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ 6 പേർക്കും മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ ഒരാൾക്കുമാണ് രോഗം. ഇതുവരെ 6,552 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 6,188 ഫലം ലഭ്യമായി. ഇതിൽ 5,835 എണ്ണം നെഗറ്റീവാണ്. 364 എണ്ണത്തിന്റെ ഫലം ലഭിക്കാനുണ്ട്. കോട്ടയം ജില്ലയിൽ ഒരാൾക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 20 മുംബൈയിൽ നിന്നും മെയ് 24 സ്വകാര്യ വാഹനത്തിലെത്തി ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന ആയർക്കുന്നം സ്വദേശിയായ 14 വയസ്സുകാരിക്കാണ് രോഗം. വിദേശത്ത് നിന്നെത്തിയ ഇടുക്കി സ്വദേശിക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അബുദാബിയിൽ ഹോട്ടൽ ജീവനക്കാരനായ തൊടുപുഴ സ്വദേശി 41-കാരനാണ് രോഗം ബാധിച്ചത്. കഴിഞ്ഞ 17-നാണ് എത്തിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് തൊടുപുഴയിൽ ബസ്സിലെത്തിയ ഇദ്ദേഹം സ്വകാര്യ ഹോട്ടലിൽ ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു. പത്തനംതിട്ടയിൽ 6 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. മെയ് 15-ന് സൗദിയിൽ നിന്നെത്തിയ ഗർഭിണിക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ആലപ്പുഴയിൽ നിന്ന് 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 39. കോവിഡ് വ്യാപനത്തിന് 3ാം ഘട്ടത്തിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 34. ജില്ലയിൽ ആകെ 7 പേരാണ് രോഗവിമുക്തി നേടിയത്. ഈ ആഴ്ച സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത് 27 പേർക്ക്. വയനാട്ടിൽ 2 പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവ്. 5 പേർ രോഗം മാറി വീടുകളിലേക്ക് മടങ്ങി. വിദേശത്തു നിന്ന് വന്ന 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിൽ 5 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. മെയ് 22-ന് ദുബായിൽ നിന്ന് കരിപ്പൂരിലെത്തിയ കുറ്റിപ്പുറം സ്വദേശിക്കും 19-ന് റിയാദിൽ നിന്ന് കരിപ്പൂരിലെത്തിയവരായ തിരൂരങ്ങാടി മമ്പുറം സ്വദേശിക്കും എടക്കര മുത്തേടം സ്വദേശിക്കും ആണ് രോഗം സ്ഥിരീകരിച്ചത്. മെയ് 17-ന് അബുദാബിയിൽ നിന്നെത്തിയ എടവണ്ണ സ്വദേശിക്കും ബംഗളൂരുവിൽ നിന്ന് മെയ് 14-ന് നാട്ടിലെത്തിയ ഒഴൂർ ഓമച്ചപ്പുഴ സ്വദേശിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂർ ജില്ലയിൽ 6 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ദോഹയിൽ നിന്ന് 9-ന് തിരിച്ചെത്തിയ മതിലകം സ്വദേശിക്കും അബുദാബിയിൽ നിന്ന് 7-ന് തിരിച്ചെത്തിയ മതിലകം സ്വദേശിനിക്കും ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയ ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ആലപ്പുഴയിൽ കോവിഡ് നിരീക്ഷണത്തിലിരുന്നയാൾ മരിച്ചു. ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി ജോസ് ജോയിയാണ് മരിച്ചത്.
അബുദാബിയിൽ നിന്നെത്തിയ ജോസ് ജോയി കോവിഡ് കെയർ സെന്ററിൽ നിരീക്ഷണത്തിലായിരുന്നു. കരൾ രോഗം ഗുരുതരമായിരുന്നുവെന്നും സ്രവം കോവിഡ് പരിശോധനയ്ക്ക് അയച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ച തിരുവല്ല സ്വദേശി ജോഷിയുടെ മൃതദേഹം സംസ്കരിച്ചു. മാനദണ്ഡങ്ങൾ പാലിച്ച് തിരുവല്ല ലായിക്കാട് പള്ളിയിലായിരുന്നു സംസ്കാരം. വിദേശത്ത് നിന്ന് വന്ന് കോവിഡ് ബാധിച്ച് മരിക്കുന്ന മൂന്നാമത്തെയാളാണ് ഇദ്ദേഹം. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് മരണം 8 രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചുവെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. കടുത്ത പ്രമേഹത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. തീരെ അവശനായതിനാലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വന്നതെന്നും ആരോഗ്യമന്ത്രി. കേരളത്തിലെ കോവിഡ് മരണങ്ങളുടെ കണക്ക് മറച്ചുവെക്കുന്നില്ലെന്ന് ആരോഗ്യമന്ത്രി. നിലവിൽ സാമൂഹിക വ്യാപനമില്ല. ശരാശരി 3000 പരിശോധനകൾ പ്രതിദിനം നടത്തുമെന്നും കെ ശൈലജ. സംസ്ഥാനത്തെ രോഗവ്യാപനം അപ്രതീക്ഷിതമല്ലെന്ന് ആരോഗ്യമന്ത്രി. സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് മറ്റിടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. ഇപ്പോഴത്തെ രോഗികൾ രോഗവ്യാപനം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവരെന്നും മന്ത്രി. പ്രവാസികളുടെ വരവ് തടയാനാകില്ലെന്ന് ആരോഗ്യമന്ത്രി. കർശനമായ ആരോഗ്യ പരിശോധന വേണം. മുംബൈ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വരുന്നവരിൽ അധികവും രോഗബാധിതർ. തീരെ അവശനിലയിലാണ് പലരും കേരളത്തിലെത്തുന്നതെന്നും മന്ത്രി. ന്യൂമോണിയ കേസുകൾ കൂടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. നിലവിൽ ആശങ്കയില്ല. സാമ്പിൾ ശേഖരിക്കൽ ശ്രമകരമായ ജോലിയെന്നും ആരോഗ്യമന്ത്രി. സൗദിയിലെ റിയാദിൽ കോവിഡ് ബാധിച്ച് മലപ്പുറം സ്വദേശികളായ 2 പേർ മരിച്ചു. മലപ്പുറം ചട്ടിപ്പറമ്പ് സ്വദേശി ഉമ്മർ, കാളികാവ് സ്വദേശി മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 138 63 പേരും മരിച്ചത് UAE. മുംബൈയിൽ ഒരു മലയാളി കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. കുർള വിവേക് വിദ്യാലയ ഹൈസ്കൂൾ പ്രിൻസിപ്പൽ വിക്രമൻ പിള്ളയാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. ഒരാഴ്ചയായി കോവിഡിന്റെ ചികിത്സയിലായിരുന്നു. മുംബൈ കുർള വെസ്റ്റിൽ താമസിക്കുകയായിരുന്നു. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മലയാളി നഴ്സിന്റെ നില അതീവ ഗുരുതരം. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് യുവതിയുടെ ജീവൻ നിലനിർത്തുന്നത്. കോവിഡ് പോസിറ്റീവ് ഫലം വന്നതിനെ തുടർന്ന് ഇന്നലെയാണ് മിതാന്ത ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സ് മുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ഇവരുമായി ഇടപഴകിയ ഇതേ ആശുപത്രിയിലെ മലയാളി നഴ്സുമാർ നിരീക്ഷണത്തിലാണ്. ലോക്ഡൌൺ നീട്ടണമെന്ന് ഭൂരിപക്ഷം മുഖ്യമന്ത്രിമാരും ആവശ്യപ്പെട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനങ്ങളുടെ നിലപാടുകൾ ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിച്ചു. കൂടുതൽ വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങൾ തുറക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി. 4ാം ലോക്ഡൌൺ ഞായറാഴ്ച അവസാനിക്കാനിരിക്കെയാണ് തീരുമാനം. ലോക്ഡൌൺ 15 ദിവസം കൂടി നീട്ടണമെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. ഇക്കാര്യം അമിത്ഷായുമായി സംസാരിച്ചു. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് റെസ്റ്റോറന്റുകൾക്ക് പ്രവർത്തനാനുമതി നൽകണമെന്നും ഗോവ മുഖ്യമന്ത്രി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ നിരക്ക് 4.2% മാത്രം. മുൻവർഷം 6.1% വളർച്ചാ നിരക്കാണ് 4.2% താഴ്ന്നത്. കഴിഞ്ഞ 11 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന വളർച്ചാ നിരക്കാണ് ഇത്. മദ്യവിതരണത്തിനുള്ള ബെബ്ക്യൂ ആപ്പിൽ ബുക്കിംഗ് പുനരാരംഭിച്ചു. 20 മിനിറ്റിനിടെ 1 ലക്ഷം ബുക്കിംഗുകളാണ് ആപ്പിലൂടെ നടന്നത്. സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചതായി ഫെയർകോഡ് കമ്പനി അറിയിച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ സാങ്കേതിക പിഴവ് പൂർണ്ണമായും പരിഹരിച്ചാണോ ഇപ്പോൾ വീണ്ടും ബുക്കിംഗ് തുടങ്ങിയിട്ടുള്ളത്? തീർച്ചയായും ലളിത, OTP ലഭിക്കുന്നതിലെ കാലതാമസം അടക്കമുള്ള പ്രശ്നങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രജിസ്റ്റർ ചെയ്ത് പിൻകോഡും മൊബൈൽ നമ്പറും നൽകി കഴിഞ്ഞാൽ ഉടൻ തന്നെ OTP ലഭിക്കുന്നുണ്ട്. ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ഏത് ഔട്ട്ലെറ്റിൽ നിന്നാണ് മദ്യം വാങ്ങേണ്ടത് എന്ന വിവരവും ലഭിക്കുന്നു. എന്നാൽ ഏറെ ദൂരെയുള്ള സ്ഥലങ്ങളിലെ ഔട്ട്ലെറ്റുകളാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്ന ഒരു പരാതിയുണ്ട്. ഒപ്പം കണ്ടെയ്ൻമെന്റ് സോണുകൾ അടക്കമുള്ള ഇടങ്ങളിലെ ഔട്ട്ലെറ്റുകളും ഈ ടോക്കണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന പരാതിയാണ് വരുന്നത്. എന്തായാലും ഈ സ്കാനിംഗ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ, ഈ ബാർകോഡ് സ്കാൻ ചെയ്യുന്ന അടക്കമുള്ള സംവിധാനങ്ങൾ 2 ദിവസങ്ങളിലാക്കും എന്നാണ് അധികൃതർ പറയുന്നത്. ഇന്ന് മാത്രം ഇതിനകം 50,000 ടോക്കണുകൾ നൽകി. നാളെ 4 ലക്ഷത്തോളം ടോക്കണുകൾ നൽകാൻ കഴിയുമെന്നാണ് ബിവറേജസ് കോർപ്പറേഷന്റെ പ്രതീക്ഷ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മദ്യവിതരണത്തിനുള്ള ആപ്പ് തയ്യാറാക്കാൻ കമ്പനിയെ തെരഞ്ഞെടുത്തതിൽ അഴിമതിയുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് തെളിഞ്ഞതായി രമേശ് ചെന്നിത്തല. സാങ്കേതിക പരിചയമില്ലാത്ത പാർട്ടിക്കാരെ ഏൽപ്പിച്ചതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കാണുന്നത്. വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ്. ടോക്കൺ ഇല്ലെങ്കിലും മദ്യം ലഭിക്കുമെന്ന് കേട്ട് തിരുവനന്തപുരത്തെ ബാറിലെത്തിയത് 100 കണക്കിന് പേർ. പാപ്പനംകോട്ട് മദ്യത്തിനായി ടോക്കൺ ഇല്ലാത്തവർ ക്യൂ നിന്നത് സാമൂഹിക അകലം പോലും പാലിക്കാതെ. എല്ലാവർക്കും മദ്യം നൽകാമെന്ന് ബാർ നടത്തിപ്പുകാർ പറഞ്ഞതായി വരി നിന്നവർ പറയുന്നു. ബാർ ഉടമകൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ആളുകളെ പറഞ്ഞയച്ചു. സംസ്ഥാനത്ത് മദ്യവിൽപ്പന പുനരാരംഭിച്ച ആദ്യ ദിവസം ബെവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെ മാത്രം വിറ്റത് 45 കോടിയിലേറെ രൂപയുടെ മദ്യം.
ബാറുകളിലൂടെ വിറ്റ മദ്യത്തിന്റെ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ല. ബാറുകളിലെ കണക്കുകൾ കൂടി ചേരുമ്പോൾ സർക്കാരിന്റെ വരുമാനം 60 കോടി കടക്കുമെന്ന് കണക്കാക്കുന്നു. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമായി. ഇടുക്കി ജില്ലയിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴ കനത്ത സാഹചര്യത്തിൽ ഭൂതത്താൻകെട്ട് ഡാമിന്റെ 3 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം തുറന്നു. തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. തിരുവനന്തപുരം വിതുരയിൽ വേനൽ മഴ ശക്തമാകുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. തോരാതെ പെയ്ത മഴയെ തുടർന്നാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത്. 30ഓളം കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. കേരളത്തിൽ കാലവർഷം ജൂൺ 1 മുതലെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആനന്ദ് ശർമ്മ. ആദ്യ ആഴ്ചയിൽ മഹാരാഷ്ട്ര വരെ നല്ല കാലാവസ്ഥയുണ്ടാകും. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗത്തിന്റെ തോത് കുറഞ്ഞുവെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അന്തരിച്ച MP വീരേന്ദ്രകുമാർ MPയുടെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വയനാട് കൽപ്പറ്റയിൽ നടന്നു. പുള്ളിയാർ മലയിലെ കുടുംബ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. മകൻ MV ശ്രേയംസ് കുമാർ ചിതയ്ക്ക് തീ കൊളുത്തി. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രി കോഴിക്കോട്ടായിരുന്നു അന്ത്യം. അടിയുറച്ച സോഷ്യലിസ്റ്റിനെയാണ് നഷ്ടമായതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. മാധ്യമ മേഖലയിലും സാഹിത്യത്തിലും വീരേന്ദ്രകുമാർ നൽകിയ സംഭാവന നിസ്തുലമെന്നും അനുശോചന സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. വീരേന്ദ്രകുമാറിന്റെ വിയോഗം അതീവ ദുഃഖകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയോഗത്തിൽ കുടുംബാംഗങ്ങൾക്കുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു. മികച്ച സാമാജികനെയാണ് നഷ്ടമായിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി. പല മേഖലകളിലും വെളിച്ചം വീശിയ ബഹുമുഖ പ്രതിഭയാണ് MP വീരേന്ദ്രകുമാർ എന്ന മുഖ്യമന്ത്രി. വർഗീയതയ്ക്കെതിരെ അദ്ദേഹം അചഞ്ചലമായ നിലപാട് സ്വീകരിച്ചു. രാഷ്ട്രീയമായി യോജിച്ചും വിയോജിച്ചും നിന്നിട്ടുണ്ട്. ആശയങ്ങളോടും നിലപാടുകളോടുമുള്ള പ്രതിബദ്ധതയാണ് വീരേന്ദ്രകുമാറിനെ ശ്രദ്ധേയനാക്കിയതെന്ന് മുഖ്യമന്ത്രി. ജ്യേഷ്ഠ സഹോദരന്റെ വിയോഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തീരാ നഷ്ടമെന്നും കോടിയേരി. MP വീരേന്ദ്രകുമാറിന്റെ നിര്യാണത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അനുശോചിച്ചു. അതുല്യരായ ഇന്ത്യൻ സോഷ്യലിസ്റ്റുകളുടെ നിരയിലെ അവസാനത്തെ കണ്ണിയായിരുന്നു വീരേന്ദ്രകുമാർ എന്ന് ഉമ്മൻചാണ്ടി. രാഷ്ട്രീയമായും വ്യക്തിപരമായും ഏറെ അടുപ്പമുള്ള നേതാവായിരുന്നു വീരേന്ദ്രകുമാർ എന്ന് രമേശ് ചെന്നിത്തല. വീരേന്ദ്രകുമാറുമായി ആത്മബന്ധം പുലർത്തിയിരുന്നുവെന്ന നടൻ മമ്മൂട്ടി. മലയാളിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും വലിയ നഷ്ടമാണ് വീരേന്ദ്രകുമാറിന്റെ വിയോഗം. വീരേന്ദ്രകുമാർ എന്ന പല ശിഖരങ്ങളും പല തലങ്ങളുമുള്ള ബഹുമുഖ പ്രതിമ ഇനി നമ്മോടൊപ്പമില്ല. തനിക്ക് അദ്ദേഹം ഹൃദയത്തിലെ ബന്ധുവായിരുന്നുവെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ മമ്മൂട്ടി പറഞ്ഞു. വീരേന്ദ്രകുമാറിനെ മോഹൻലാലും അനുസ്മരിച്ചു. നല്ല വ്യക്തിബന്ധമായിരുന്നു വീരേന്ദ്രകുമാറുമായി ഉണ്ടായിരുന്നതെന്ന് മോഹൻലാൽ ന്യൂസ് 18നോട്. ഏറ്റവും ഇഷ്ടമുള്ളയാളെയാണ് നഷ്ടമായതെന്നും മോഹൻലാൽ. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി അജിത് ജോഗി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ദീർഘകാലമായി രോഗബാധിതനായിരുന്നു ജോഗി. റായ്പൂരിലായിരുന്നു മരണം. കോൺഗ്രസ് വിട്ട് രൂപീകരിച്ച ഛത്തീസ്ഗഡ് ജനതാ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി പിൻവലിക്കാൻ 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നും ആക്ഷേപം. പരാതിക്കാരൻ 2 തവണ വീട്ടിൽ വന്നെന്ന് സമ്മതിച്ച മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. 10 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന് പരാതി നൽകിയ ഗിരീഷ് ആദ്യ തവണ വന്നപ്പോൾ പരാതി പിൻവലിക്കാൻ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ബ്ലാക്ക്മെയിൽ ചെയ്യാനായി കെട്ടിച്ചമച്ച കേസാണിതെന്നും ഇബ്രാഹിം കുഞ്ഞ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ DGP ജേക്കബ് തോമസിന് തിരിച്ചടി. കേസ് റദ്ദാക്കണമെന്ന ജേക്കബ് തോമസിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. തമിഴ്നാട് രാജപാളയത്ത് ബിനാമി പേരിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാണ് വിജിലൻസ് കേസ്. രാജ്യത്തെ 24 മണിക്കൂറിനിടെ 7466 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് ബാധിക്കുന്ന ദിവസം. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,65,000 കടന്നു. മരണസംഖ്യ 4706 ആയി. മഹാരാഷ്ട്രയിൽ കോവിഡ് മരണം 2000 കടന്നു. ഇന്ന് 116 പേരാണ് മരിച്ചത്. ആകെ 2098 മരണം. കേസുകൾ 60,000 പിന്നിട്ടു. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 3 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. 116 പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2211 പോലീസുകാർക്ക് കോവിഡ് ബാധിച്ചു. ഇതുവരെ മരിച്ചത് 25 പോലീസ് ഉദ്യോഗസ്ഥർ. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 20,000 കടന്നു. ആകെ രോഗികൾ 20,246. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 874 പേർക്ക്. ചെന്നൈയിൽ ഇന്ന് 618 പേർക്ക് വൈറസ് ബാധയുണ്ടായി. ഇന്ന് 9 പേർ കൂടി മരിച്ചു. 765 പേർ ഇന്ന് ആശുപത്രി വിട്ടു.
ഡൽഹിയിലും കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നു. രോഗികളുടെ എണ്ണം 16,281. ആകെ മരണം 316. രോഗം ഭേദമായവരുടെ എണ്ണം 7,495. മധ്യപ്രദേശിലെ രാജ്ഭവനിൽ 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്ഭവൻ ക്യാമ്പസ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് കോവിഡ് സ്ഥിരീകരണം. അടച്ചിട്ട മുറിയിൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് സൂചന. കർണാടകയിൽ ഇന്ന് 248 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2781 പേർക്കാണ് ആകെ രോഗബാധ. 48 പേരാണ് സംസ്ഥാനത്ത് മരിച്ചത്. ഡൽഹിയിലെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അതിർത്തികൾ അടച്ച് ഹരിയാന. അവശ്യ സർവീസുകൾക്ക് മാത്രം ഇളവ്. ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ രോഗികളുടെ എണ്ണം കൂടുന്നുവെന്ന് ഹരിയാന ആഭ്യന്തരമന്ത്രി അനിൽ വിജ്. ഛത്തീസ്ഗഡിൽ 3 ദിവസത്തിനിടെ 3 കുട്ടികൾ മരിച്ചു. മരിച്ചത് വിവിധ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നവർ. പിൻട്രയിൽ 1.5 വയസ്സുകാരനും ബലൂദിൽ 4 മാസം പ്രായമുള്ള കുട്ടിയും മരിച്ചു. കബീർഹാമിൽ 3 മാസം പ്രായമുള്ള കുട്ടിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. പഞ്ചാബിലെ അമൃത്സറിൽ അതിഥി തൊഴിലാളികൾ തെരുവിൽ പ്രതിഷേധിച്ചു. പ്രതിഷേധം ട്രെയിൻ റദ്ദാക്കിയതിനെതിരെ. മറ്റു വഴികളില്ലാത്തതിനാൽ റോഡിൽ തുടരേണ്ട സ്ഥിതിയെന്ന് അതിഥി തൊഴിലാളികൾ. നാട്ടിലേക്ക് മടക്കി അയക്കാൻ നടപടി വേണമെന്ന ആവശ്യം. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ശ്രമിക് ട്രെയിനുകളിൽ മരിച്ചത് 9 അതിഥി തൊഴിലാളികൾ. കനത്ത ചൂടും പട്ടിണിയുമാണ് മരണകാരണമെന്ന ആരോപണം. മരിച്ചത് മറ്റ് അസുഖങ്ങളുള്ളവരെന്ന് അധികൃതരുടെ വിശദീകരണം. ലോക്ഡൌണിനെ തുടർന്ന് പാകിസ്ഥാനിൽ കുടുങ്ങിയ 300ഓളം ഇന്ത്യക്കാർ നാളെ തിരിച്ചെത്തും. തിരിച്ചെത്താനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകി. അട്ടാരി വാഗ അതിർത്തി വഴിയാകും തിരിച്ചെത്തുക എന്ന് റിപ്പോർട്ട്. പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തുന്നവരിൽ 80 പേർ ജമ്മുകാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. ഇസ്ലാമാബാദിലുള്ള 10 പേരും പാകിസ്ഥാനിൽ ബന്ധുക്കളെ കാണാൻ പോയ 12 പേരും മടങ്ങിവരാനുണ്ട്. ലോക്ഡൌണിനെ തുടർന്ന് ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ 176 പാകിസ്ഥാൻ പൌരന്മാരെ നേരത്തെ തിരിച്ചയച്ചിരുന്നു. ഉത്തർപ്രദേശിലെ മീററ്റിൽ ലാബ് ടെക്നീഷ്യനെ ആക്രമിച്ച് കോവിഡ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നവരുടെ രക്തസാമ്പിൾ കിറ്റ് തട്ടിയെടുത്ത് വാനര സംഘം. 3 കിറ്റുകളാണ് കുരങ്ങുകൾ തട്ടിയെടുത്തത്. ഇവ ചവയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ രോഗഭീതിയിൽ നാട്ടുകാർ. പോലീസ് തലപ്പത്ത് മാറ്റങ്ങൾ. ബി സന്ധ്യ ട്രെയിനിംഗ് വിഭാഗം എഡിജിപിയാകും. കെ പത്മകുമാറിനെ ബറ്റാലിയൻ എഡിജിപിയാക്കി. ഐജി വിജയ് സാഖറെയ്ക്ക് കോസ്റ്റൽ പോലീസിന്റെ അധിക ചുമതല. ചൈത്ര തെരേസ ജോൺ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് എസ്പിയാകും. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, IAS തലപ്പത്തെ അഴിച്ചുപണിക്ക് പിന്നാലെയാണ് പുതിയ അഴിച്ചുപണികളും വരുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും IAS തലപ്പത്തേക്ക് പുതിയ ചീഫ് സെക്രട്ടറി വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പോൾ പോലീസ് തലപ്പത്തും വലിയ അഴിച്ചുപണിക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ അക്കാഡമി ADGP ആയിരുന്ന ബി സന്ധ്യയെ ഇപ്പോൾ ട്രെയിനിങ് ADGPക്ക് മാറ്റിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം കെ പത്മകുമാറാണ്. അദ്ദേഹം കോസ്റ്റൽ സെക്യൂരിറ്റി ADGP ആയിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ഈ പറയുന്ന ബറ്റാലിയൻ ADGP ആക്കി മാറ്റിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിജയ് സാഖറെ, അദ്ദേഹം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹത്തിന് കോസ്റ്റൽ സെക്യൂരിറ്റിയുടെ അധിക ചുമതലയും കൊടുത്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ചൈത്ര തെരേസ ജോൺ IPS ആണ്. അവർ ഇപ്പോൾ നിലവിൽ നേരത്തെ തിരുവനന്തപുരം SCP ആയിരുന്നപ്പോൾ തിരുവനന്തപുരം CPM ഓഫീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത വ്യക്തിയാണ്. അവരെ ഇപ്പോൾ ആന്റി ടെറർ സ്ക്വാഡ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ SP ആയിരിക്കും നിയമിച്ചിരിക്കുന്നു. T വിക്രം, അതായത് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞെത്തിയ T വിക്രമിനെ ട്രെയിനിങ്ങിന്റെ IG ആയിരിക്കും നിയമിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസ് തലപ്പത്ത് ശക്തമായ ഒരു അഴിച്ചുപണിക്ക് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ പത്മകുമാറിനെ ബറ്റാലിയൻ ADGPക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. VS അനു ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്ത് തുടർച്ചയായ 2ാം ദിവസവും 1 ലക്ഷത്തിലധികം പേർക്ക് രോഗബാധ. രോഗബാധിതരുടെ എണ്ണം 59 ലക്ഷം കടന്നു. മരിച്ചവരുടെ എണ്ണം 3,63,000 പിന്നിട്ടു. അമേരിക്കയിൽ മരണസംഖ്യ 1,03,000 കടന്നു. രോഗബാധിതർ 18 ലക്ഷത്തിലേക്ക്. ഇന്നലെ 12,000-ലേറെ മരണവും 22,000-ലേറെ പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തു. ബ്രസീലിൽ നില ഗുരുതരമായി തുടരുന്നു. ബ്രസീലിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് 24,000-ലേറെ പുതിയ കോവിഡ് കേസുകൾ. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 4,38,000 പിന്നിട്ടു. മരണസംഖ്യ 27,000-ത്തോടടുക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ കോവിഡ് മരണനിരക്ക് വീണ്ടും താഴ്ന്നു. ഇന്നലെ 937 പേരാണ് മരിച്ചത്. ബ്രിട്ടനിൽ 377 പേരും റഷ്യയിൽ 147 പേരും മരിച്ചു. ഫ്രാൻസിൽ കോവിഡ് മരണം 28,662. രോഗികളുടെ എണ്ണം 1,87,000-ലേക്ക്.
ജപ്പാനിലെ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ കോവിഡ് സമൂഹവ്യാപനം സ്ഥിരീകരിച്ചു. രോഗവ്യാപന നിയന്ത്രണം സാധ്യമായെന്ന കണക്കുകൂട്ടലിൽ രാജ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് പിന്നാലെയാണ് പുതിയ കേസുകൾ. ദക്ഷിണ കൊറിയയിൽ സ്കൂളുകൾ വീണ്ടും അടച്ചു. രാജ്യത്ത് വീണ്ടും സമൂഹ വ്യാപനം ഉണ്ടായതിനാലാണ് തുറന്ന ദിവസങ്ങൾക്കകം സ്കൂളുകൾ പൂട്ടേണ്ടി വന്നത്. 79 പേർക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. 2 മാസത്തിനിടയിലെ ഏറ്റവും വലിയ രോഗവ്യാപനമാണ് ഇത്. ഒരിടവേളയ്ക്ക് ശേഷം അമേരിക്കയിൽ വംശവെറിയുടെ രാഷ്ട്രീയം ചർച്ചയാകുന്നു. കറുത്തവർഗ്ഗക്കാരോടുള്ള അമേരിക്കൻ പോലീസിന്റെ സമീപനം മാറ്റണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി തെരുവിൽ. കറുത്തവർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ പോലീസ് ക്രൂരമായി കൊലപ്പെടുത്തിയതാണെന്ന് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് കാരണം. യുഎഇയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 32,532, മരണം 258. രോഗം ഭേദമായവരുടെ എണ്ണം 16,685. സൗദിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നു. ഇന്നലെ രോഗം ബാധിച്ചത് 1,644 പേർക്ക് മാത്രം. ഇതോടെ രാജ്യത്ത് കൂടുതൽ ഇളവ് നൽകാൻ സാധ്യതയുണ്ടായി. കടുത്ത നിയന്ത്രണങ്ങളോടെ ഞായറാഴ്ച മുതൽ പള്ളികൾ തുറന്നു നൽകിയേക്കും. ആലപ്പുഴയിൽ നിരീക്ഷണത്തിലിരിക്കെ ഇന്ന് മരിച്ചയാൾക്ക് കോവിഡ് ആണെന്ന് സ്ഥിരീകരിച്ചു. ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി ജോസ് ജോയിയാണ് മരിച്ചത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എപ്പോഴാണ് ഈ പരിശോധനാ ഫലം വന്നത്? അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് ഒരു ദിവസം 2 മരണം എന്നത് സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് ഇദ്ദേഹത്തിന്റെ മരണം കോവിഡ് ആണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പരിശോധനാ ഫലം ലഭിച്ചത്. ഇന്ന് രാവിലെയാണ് അബുദാബിയിൽ നിന്ന് എത്തിയ 38-കാരനായ ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി ജോസ് ജോയിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം 27, അതായത് ഈ കഴിഞ്ഞ 27-നാണ് അദ്ദേഹം അബുദാബിയിൽ നിന്നും കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. തുടർന്ന് അദ്ദേഹത്തിന് കരൾ രോഗബാധിതൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കോവിഡ് കെയർ സെന്ററിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി രക്തം ഛർദ്ദിച്ചതിനെ തുടർന്നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ഇദ്ദേഹം ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിയാണ്. തുടർന്ന് ഉച്ചയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഗുരുതരമായ കരൾ രോഗത്തിനും ഇദ്ദേഹം ചികിത്സ നേടിയിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി കോവിഡിന്റെ ലക്ഷണങ്ങൾ കൂടി അദ്ദേഹത്തിന് പ്രകടമായിരുന്നതിനാൽ തന്നെ സാമ്പിളുകൾ പരിശോധനക്കായി അയക്കുകയായിരുന്നു. തുടർന്ന് ഇപ്പോൾ ഫലം വന്നിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ഒരു കോവിഡ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിയായ ജോസ് ജോയിയാണ് മരിച്ചത്. ശരണ്യ, ഇദ്ദേഹവുമായി ആളുകൾ സമ്പർക്കത്തിലെത്തുന്ന സാഹചര്യമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള സാധ്യതകളോ കൂടുതൽ ജാഗ്രത വേണ്ടുന്ന സാഹചര്യമോ ഈ മരണം മൂലം ജില്ലയിൽ ഉണ്ടാകുന്നുണ്ടോ? നിലവിലത്തെ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിൽ 27 എത്തിയപ്പോൾ തന്നെ അവശത ഉണ്ടായിരുന്നു. അത് കരൾ രോഗബാധിതനായിരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ അന്ന് തന്നെ അദ്ദേഹത്തെ ചെങ്ങന്നൂരിലെ കോവിഡ് കെയർ സെന്ററിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം ഇന്ന് അസുഖം അല്പം മൂർച്ഛിക്കുകയും തുടർന്ന് രക്തം ഛർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് രാവിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ മോശമാവുകയും മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു രേണുക. ആദ്യഘട്ടത്തിൽ തന്നെ കോവിഡ് കെയർ സെന്ററിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ സമ്പർക്കം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ കോവിഡ് കെയർ സെന്ററുമായി ബന്ധപ്പെട്ട ആളുകളും അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടക്കമുള്ള ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് ആദ്യഘട്ടത്തിൽ പറയാൻ കഴിയൂ. ശരണ്യ, ഇദ്ദേഹത്തിന്റെ ആദ്യ പരിശോധനയാണോ ഇന്ന് നടന്നത്? രേണുക, ഇദ്ദേഹം കരൾ രോഗബാധിതനായി തന്നെയാണ് അദ്ദേഹം അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നത്. ഗുരുതരമായ കരൾ രോഗം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അതിനെ തുടർന്നാണ് അദ്ദേഹം ആദ്യ പ്രയോറിറ്റി ലിസ്റ്റിൽ വരികയും തുടർന്ന് വിമാനത്തിൽ 27-ന് കൊച്ചിയിൽ എത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചികിത്സ നേടിയിരുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു അദ്ദേഹം. പക്ഷെ പ്രകടമായ രോഗലക്ഷണങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും സാമ്പിളുകൾ ഇന്ന് ഇപ്പോൾ ആദ്യഘട്ടത്തിലെ ഇന്ന് എടുത്ത സാമ്പിളുകളിലാണ് അദ്ദേഹത്തിന്റെ മരണശേഷം എടുത്ത സാമ്പിളിലാണ് അദ്ദേഹം ഇപ്പോൾ പോസിറ്റീവായി ഉള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആലപ്പുഴയിൽ നിരീക്ഷണത്തിലിരിക്കെ മരിച്ചയാൾക്ക് കോവിഡ് എന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ആകെ മരണം കോവിഡ് മൂലമുള്ളത് 9 ആയിരിക്കുകയാണ്. ഇന്ന് 2 മരണം സംഭവിച്ചിരിക്കുന്നു. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.